cells in parallel connection. Suppose this is the figure showing the parallel combination of two cells. This is the first cell and this is the second cell. The first cell having EMF 1 and second cell EMF E2. Okay. And here positive terminal and negative terminal of cells are. Positive terminal of the cell is known as cathode and negative terminal of the cell is known as anode, as you know. Okay. So from positive, conventionally positive il ninnu endana current മൂവ് ചെയ്തിട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും ഒഴുകിയിട്ട് ഫ്ലോ ചെയ്തിട്ട് എവിടെ എത്തും തിരികെ നെഗറ്റീവ് ടെർമിനലിൽ എത്തും. നമ്മൾ ഇത്രയും കാലം പഠിച്ച അതേ ഡയറക്ഷൻ തന്നെയാണ് ഫോളോ ചെയ്ത കൺവെൻഷണൽ മെത്തഡ്. ഓക്കെ, the parallel combination of cells is shown. Here I1 and I2. I1, I2. I1, I2. Here I1 and I2 are the current leaving the positive electrodes of the cell. ശ്രദ്ധിക്കുക, പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ഇതാണ്. അപ്പോൾ അതിനെ ലീവ് ചെയ്യുന്ന ഫ്രം, അതായത് മൂവിങ് അവേ ഫ്രം ദ പോസിറ്റീവ് ഇലക്ട്രോഡ്, ദാറ്റ് ഇറ്റ് മീൻസ്. ഓക്കെ, സോ I1 and I2 are the current flowing or current leaving the positive electrodes of the cell. At the point B1, this is the point B1. അതൊരു ജംഗ്ഷൻ ആയിട്ട് കണക്കാക്കുക. ഈ ഒരു ജംഗ്ഷനിലേക്ക് എന്താണ് ജംഗ്ഷൻ എന്ന് പറഞ്ഞതാ, ഇങ്ങനെ ഒരു ജംഗ്ഷൻ, ദിസ് ഈസ് ദ പോയിന്റ് B1. ഈ ജംഗ്ഷനിലേക്കാണ് I1ഉം I2ഉം വരുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് B1, വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് I1, I2? I1 move away from the point B1, so it is leaving point B1 or it is move out. What about I1 and I2? Both of this pointed towards B1, that means they are flows into B1. അതാണ് ഇവിടെ എഴുതിയത്. At the point B1, I1 and I2 flows in. I1 and I2 flows in, whereas the current I flows out. The current I flows out. Since as much charge flows in as out, അതായത് ഒരു ജംഗ്ഷനിലേക്ക് എത്ര കറണ്ട് വന്നു ചേരുന്നു അത്രയും അവിടെ നിന്ന് ലീവും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നു ചേരുന്ന I1ഉം I2ഉം കൂടെ ഒരുമിച്ചിട്ട് I ആയിട്ട് അവിടെ നിന്ന് മൂവ് അവേ ആണ്. സോ സിൻസ് ആസ് മച്ച് ചാർജ് ഫ്ലോസ് ഇൻ ആസ് ഔട്ട്, എത്രത്തോളം ഫ്ലോ ഇന്നാണോ അത്രയും ഫ്ലോ ഔട്ടും ആവുന്നുണ്ട്. So net current I, total current I equal to I1 plus I2. Take it as our first equation. Consider two cells of EMF E1 and EMF E2 and internal resistance R1 and internal resistance R2 respectively. Let V B1, V1 എന്ന് പറഞ്ഞാൽ ഈ B1 എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് B2 എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ബി ദ പൊട്ടൻഷ്യൽസ് അറ്റ് B1 ആൻഡ് B2 റെസ്പെക്റ്റീവ്ലി. ദെൻ അപ്പോൾ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ വി B1 മൈനസ് B2. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ലെറ്റ് ഇറ്റ് ബി അവർ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, for second cell V equal to V B1 minus V B2. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്താണ് E2 മൈനസ് IR2 എന്ന് കിട്ടും ആസ് എന്താണ് ലേറ്റർ. ടേക്ക് ഇറ്റ് ആസ് ദ തേർഡ് ഇക്വേഷൻ. ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് IR ടേമിന് എങ്ങോട്ടേക്കും V ടേമിന് അങ്ങോട്ടേക്കും ട്രാൻസ്പോസ് ചെയ്യാം. സോ ഐയുടെ വാല്യൂ E minus V by R കിട്ടും. EMF minus potential minus. Okay, then we want to find I1. ഇത് E1 minus V by R1 ആവും. അതുപോലെ തന്നെ E2ലും ചേഞ്ച് ഉണ്ടാവും. ദെൻ നമുക്കറിയാം I എന്ന് പറഞ്ഞാൽ I1 plus I2 ആണെന്ന് അറിയാലോ. അതായത് ആ ഒരു ഇക്വേഷനിൽ I1ൻ്റെ ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
I2 കൂടെ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമുക്കതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. E1/R1 പ്ലസ് E2/R2 ഈ രണ്ട് ടേമും അടുത്തടുത്ത് എഴുതി. ദെൻ നമ്മൾ V/R1 മൈനസ് V/R2 ടേം എഴുതി. ഈ രണ്ട് ടേമിൽ ഒന്ന് ബ്രാക്കറ്റ് ചെയ്തിട്ട് എഴുതാം. E1/R1 പ്ലസ് E2/R2 മാത്സിലുള്ള അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ രണ്ട് ടേമിലും മൈനസും കോമൺ ആണ്. ദെൻ എന്താണ്, വിയും കോമൺ ആണ്. ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം, 1/R1 പ്ലസ് 1/R2 എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. നമുക്ക് മൊത്തത്തിൽ ഇവരുടെ LCM എടുത്താൽ ഇവിടെ R1 R2 അല്ലേ നമുക്ക് ഡിനോമിനേറ്റർ വരേണ്ടത്, R1 R2. അപ്പോൾ ഇവിടെ ഇതിനെ ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. E1 R2 പ്ലസ് E2 R2 ഫസ്റ്റ് ടേം. ദെൻ മൈനസ്, ഞാൻ സെക്കൻഡ് ടേം താഴെയാണ് എഴുതുന്നത്. ഇതിൻ്റെ LCM എടുക്കുമ്പോഴും അവരെ നമ്മൾ ക്രോസ് ചെയ്യുന്നു. ദെൻ ക്രോസ്, ഈ ടേം എടുക്കുമ്പോഴും നമ്മളതിനെ ക്രോസ് ചെയ്തിട്ടാണ് LCM എടുക്കുന്നത്. ഇവിടെ LCM എടുക്കുന്നു എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ശ്രദ്ധിക്കുക, ഈ ഫോർത്ത് ഇക്വേഷനിൽ നമുക്ക് I = എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടേമിന് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, ഈ ഐനെ ഈ സൈഡിലേക്കും കൊണ്ടുപോയി. ദെൻ നമുക്ക് V മാത്രം കാണണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ടേമിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷനായിട്ട് വരും. ഓക്കെ, ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. അതൊന്നും നമ്മൾ ഇത്ര ഡീറ്റെയിൽഡായിട്ട് സ്റ്റെപ്സ് ഡെറിവേഷനിൽ എഴുതേണ്ട ആവശ്യമില്ല. സോ ഇത്ര വരെ മനസ്സിലായണ്ടല്ലോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതൊരു ഫ്രാക്ഷനാണ്, അത് ഒരുമിച്ചൊരു ഇത്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ ടേമിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ടേം കൊണ്ട് ഈ I ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എന്താ വരിക, ക്ലിയർ? ദെൻ ഈ രണ്ട് ടേമും കട്ട് ഷോട്ട് ചെയ്തു പോകും, വേറെ ഒന്നും കട്ട് ചെയ്യാനില്ല. E1 R2 പ്ലസ് E2 R2 ബൈ ഇതിങ്ങോട്ടേക്ക് എഴുതുക R2 പ്ലസ് R1 മൈനസ് I R1 R2 ബൈ R2 പ്ലസ് R1 R1 പ്ലസ് R2 എന്ന് എഴുതാം. ഇങ്ങനെ കിട്ടും. ക്ലിയർ? Put this as the equation number 5. Now replace the two cells by a single cell of EMF E equivalent and internal resistance R equivalent between B1 and B2. This is the parallel combination and this is the equivalent circuit of this parallel combination. We can reduce this parallel complicated combination into a simple equivalent circuit. We have already V equal to E minus IR ആണെന്ന് അറിയാം. അപ്പോൾ ഈ ഫിഫ്ത്ത് ഇക്വേഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ ഇത് നമ്മളുടെ രണ്ടുപേരുടെ ഇഫക്റ്റീവ് അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം, V equal to E equivalent minus I R equivalent എന്ന് എഴുതാം. This is the sixth equation by comparing 5 and 6. ഇത് ഈ പാരലൽ കോമ്പിനേഷൻ വെച്ചിട്ടുള്ളതാണ്. ഇതിനൊരു ഇഫക്റ്റീവ് സെല്ലും ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും EMFും ഇന്റേണൽ റെസിസ്റ്റൻസിനും ഒക്കെ ഇക്വിവാലൻ്റ് ആയിട്ടുള്ളൊരു സിംഗിൾ സെല്ലുകൊണ്ടാണ് ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഇഫക്റ്റീവിന് ഇക്വിവാലൻ്റ് ആയിരിക്കും ഈ ഒരു
ഈ ഇക്വിവാലൻ്റ് എന്ന് പറയുന്നത്. ഫ്രം ഇക്വേഷൻ 5 and 6 വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഈ ഒരു ടേം ഇതുമായിട്ട് ഇക്വിവാലൻ്റ് ആണ്. ഫസ്റ്റ് ടേം EMFൻ്റെ ആണ്. ഈ ഇക്വിവാലൻ്റ് ഈക്വൽ ടു E1 R1 പ്ലസ് E2 R2 ബൈ R1 പ്ലസ് R2 എന്ന് കിട്ടും. ആൻഡ് നമുക്ക് എന്ത് കിട്ടും? R ഇക്വിവാലൻ്റ് എന്ന് പറഞ്ഞാൽ ഈ IR എന്ന് പറയുന്ന ഈ ഒരു ടേം സെയിം പ്ലേസിലുള്ളതാണ്, കമ്പാരബിൾ ആണ്. സോ R ഇക്വിവാലൻ്റ് മീൻസ് R1 R2 ബൈ R1 പ്ലസ് R2 കിട്ടും. R ഇക്വിവാലൻ്റിന് നമുക്കൊന്ന് 1 ബൈ R ഇക്വിവാലൻ്റ് എന്ന് എഴുതാം. അപ്പോൾ ഇതൊന്ന് റെസിപ്രോക്കലാവും. ഇതിൻ്റെ റെസിപ്രോക്കൽ കാണുമ്പോൾ RHS റെസിപ്രോക്കലാണ്. സോ സ്പ്ലിറ്റ് ചെയ്താൽ കട്ട് ചെയ്ത് പോകും. അപ്പം നമുക്ക് 1 ബൈ R2 പ്ലസ് 1 ബൈ R1 കിട്ടും. സോ 1 ബൈ R ഇക്വലൻ്റ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്ന് കിട്ടും. ദിസ് ഇസ് 1 ബൈ R ഇക്വലൻ്റ്. നമുക്ക് R ഇക്വലൻ്റ് ആണ് കാണേണ്ടത്. സോ ഇതാണ് നമ്മളുടെ ആക്ച്വൽ ഇക്വേഷൻ. പക്ഷേ ചിലപ്പോൾ പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾക്ക് R1ൻ്റെ R2ൻ്റെ ഒക്കെ വാല്യൂ സെപ്പറേറ്റ് തരുമ്പോൾ അല്ലെങ്കിൽ മോർ ദാൻ 2 സെൽസ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇക്വേഷൻ കിട്ടൽ ബുദ്ധിമുട്ടാണ്. സോ ആസ് യൂഷ്വൽ നമ്മൾ ഇങ്ങനത്തെ ഇക്വേഷൻ പഠിക്കുക. അപ്പോൾ എത്ര ടേംസ് ഉണ്ടെങ്കിലും ഫൈനലി കണ്ടിട്ടത് റെസിപ്രോക്കൽ കണ്ടാൽ നമുക്ക് R ഇക്വലൻ്റ് വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. അതുപോലെ ഈ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ E1 R2 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2 ആയിരുന്നല്ലോ. അപ്പം ഈ ഇക്വലൻറ്റിനെ R ഇക്വലൻ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ചിലപ്പോൾ അവരുടെ റേഷ്യോ കാണാൻ ചോദിക്കും. അപ്പോൾ ഈ ജസ്റ്റ് നമ്മൾ ആ ഒരു ടേം റൈറ്റ് ചെയ്യുന്നു. ഡിവിഷൻ ഇവിടെ ഞാൻ ഇങ്ങനെ ഇടുന്നു. പ്ലസ് R2. ഓക്കെ, രണ്ട് ഫ്രാക്ഷനാണ്. സോ നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഡിവിഷന് പകരം. ഈ ടേമും കട്ടായി പോവും. സോ വി ഗെറ്റ് E1 R2 പ്ലസ് E2 R1 ബൈ R1 R2. സോ നമ്മളിതൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ എഗാൻ ഈ R2 കട്ടാവും, R1 കട്ടാവും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? E1 R1 പ്ലസ് E2 R2. എന്തായത്? ഈ ഇക്വിവാലൻറ്റിൻ്റെയും R ഇക്വിവാലൻറ്റിൻ്റെയും റേഷ്യോ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ ഇക്വിവാലൻറ്റിൻ്റെയും R ഇക്വിവാലൻറ്റിൻ്റെയും റേഷ്യോ കാണാൻ പറഞ്ഞാൽ E1 ബൈ R1 പ്ലസ് E2 ബൈ R2. ഇഫ് ദർ ആർ n സെൽസ് ഇൻ കോമ്പിനേഷൻ, അപ്പോൾ ഇവിടെ 2 സെല്ലുള്ളപ്പോഴാണ് നമുക്ക് 1 ബൈ R ഇക്വലൻറ്റ് ഇതിൻ്റെ റെസിപ്രോക്കൽ രണ്ടും സമയത്ത് കിട്ടി. 1 ബൈ R1 പ്ലസ് 1 ബൈ R2. 3 സെൽസ് ഉണ്ടെങ്കിലോ 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 വരും. അങ്ങനെയാണ് n സെൽസ് ഉണ്ടെങ്കിലോ പാരലൽ കണക്ഷനിൽ 1 ബൈ R ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ Rn. അതുപോലെ റേഷ്യോ ഈ ഇക്വലൻ്റ് ബൈ R ഇക്വലൻറ്റിൻ്റെ റേഷ്യോ ഇഫ് ദർ ആർ n സെൽ ഉണ്ടെങ്കിൽ E1 by R1 plus E2 by R2 plus etc. En by Rn as per this relation. This is what we want to know about the cells which are connected in parallel. Okay, I think it is clear to you. Thank you.